പ്രതിപക്ഷത്തിന് തലയ്ക്ക് വെളിവില്ലേ എന്നതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത് നിങ്ങളൊരു രാഷ്ട്രീയ അശ്ലീലമാണ് എന്നുള്ളതാണ്. ഞാനൊരു വിവരം കെട്ടവനാണെന്ന് എഴുതി വെച്ചിട്ടില്ല. ഉത്തരവിറക്കിയിട്ടുണ്ടോ? ടാക്സ് സ്ലാബ് നിശ്ചയിച്ചിട്ടുണ്ടോ? ജിയോ പുറത്തിറക്കിയിട്ടുണ്ടോ? നോട്ടെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിന്റെ പല പ്രയോഗങ്ങളുണ്ട്. എനിക്കൊന്ന് പ്രതികരിക്കാൻ അങ്ങ് അവസരം നൽകിയാൽ മതി. അദ്ദേഹത്തിന്റെ അത്ര സമയം എനിക്ക് വേണ്ടതാണ് കേട്ടോ. അദ്ദേഹം പറയുന്നു എന്താ പ്രതിപക്ഷത്തിന് തലയ്ക്ക് വെളിവുണ്ടോ എന്നുള്ളത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആ ചോദ്യം യഥാർത്ഥത്തിൽ ആങ്കർ എന്ന നിലയിൽ അങ്ങ് സത്യസന്ധമായി ഒന്ന് ആലോചിക്കുക. അത് പ്രതിപക്ഷത്തിനെതിരെയുള്ള ചോദ്യമാണോ? ന്യായം വേണ്ടേ? കോൺഗ്രസ് പ്രതിനിധിയുടെ ചോദ്യം ഇതിനെ എതിർത്ത സീറോ മലബാർ സഭയുടെ തിരുമേനിമാർക്ക് തലയ്ക്ക് വെളിവുണ്ടോ എന്നുള്ളതാണോ? അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. നമ്മൾ ഈ നാണം കേട്ടല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടോ നാണം കേടാൻ. കോൺഗ്രസ്സുകാരന് കൊടുത്ത ആനുകൂല്യമെങ്കിലും എനിക്ക് നൽകണം. അതൊരു അവകാശം, ഒരു ഔദാര്യമല്ല, മറിച്ച് അതൊരു അവകാശമാണ്. അങ്ങോട്ട് മാറി എന്ന് അറിയാം.